എലത്തൂരിൽ യുവതിയെ വിളിച്ചുവരുത്തി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി വൈശാഖൻ നടത്തിയതെല്ലാം തന്ത്രപരമായ തികച്ചും ആസൂത്രിതമായ നീക്കങ്ങളാണെന്ന് തെളിയുകയാണ്. മാത്രമല്ല, ഈ കേസിൽ മരണപ്പെട്ട യുവതി അത് വൈശാഖന്റെ ഭാര്യയുടെ അനിയത്തിയാണെന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം. ഈ കേസിലെ ഏറ്റവും നിർണായകമായ CCTV ദൃശ്യങ്ങൾ കൂടിയാണ് ഇന്നേ ദിവസം പുറത്തു വന്നത്. അത് ഈ യുവതിയുടെ മൃതദേഹം വൈശാഖനും ഭാര്യയും കൂടി കാറിൽ കയറ്റുന്ന ദൃശ്യങ്ങളാണ്. എന്നാൽ ഭാര്യയും വൈശാഖനും കൂടി മൃതദേഹം കാറിൽ കയറ്റുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നതെങ്കിലും ഭാര്യയ്ക്ക് ഈ കുറ്റകൃത്യത്തിൽ പങ്കില്ല എന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നതും. അല്ലെങ്കിൽ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുന്ന വിവരം ഈ ഘട്ടത്തിൽ അങ്ങനെയൊക്കെയാണ്. യുവതി താൻ നടത്തുന്ന ഐഡിയൽ ഇൻഡസ്ട്രി എന്ന സ്ഥാപനത്തിൽ തൂങ്ങി നിൽക്കുന്നുവെന്ന വിവരം വൈശാഖൻ അറിയിച്ചതല്ലാതെ ഭാര്യയ്ക്ക് ഈ ക്രൈമുമായി മറ്റു ബന്ധങ്ങളില്ല എന്നുള്ള കാര്യമാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ സ്വന്തം ഭാര്യയെ പോലും അവരറിയാതെ ഈ കേസിൽ കൊടുക്കാനുള്ള ശ്രമങ്ങൾ കൂടി വൈശാഖൻ നടത്തിയതാണ് ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടത്. അതേസമയം പ്രതിയുമായ അന്വേഷണ സംഘം ഇന്ന് വിശദമായ തെളിവെടുപ്പും നടത്തി. മാളിക്കടവിലെ വൈശാഖന്റെ ഐഡിയൽ ഇൻഡസ്ട്രിയിലാണ് ഇന്ന് തെളിവെടുപ്പ് നടത്തിയത്. മാത്രമല്ല, വൈശാഖൻ യുവതിക്കായി ജ്യൂസ് വാങ്ങിയ കടയിലും ഉറക്ക ഗുളിക വാങ്ങിയ മെഡിക്കൽ ഷോപ്പിലും പോലീസ് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി. ജ്യൂസിൽ വിഷം കലർത്തി യുവതിക്ക് വൈശാഖൻ നൽകിയെന്ന വിവരവും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. മറ്റൊരു കാര്യം, കൊലപാതകത്തിൽ കുറ്റബോധമുണ്ടെന്നും പ്രതി വൈശാഖൻ ഇന്ന് പോലീസിനോട് പറഞ്ഞു എന്നുള്ളതാണ്. അതിനോടൊപ്പം കൃത്യം നടത്തിയത് ഭാര്യയ്ക്കറിയാമെന്നും വൈശാഖൻ പറയുന്നുണ്ട്. 5 ദിവസത്തേക്കാണ് പ്രതിയെ പോലീസ് കസ്റ്റഡി ലഭിച്ചത്. ഈ 5 ദിവസത്തിനുള്ളിൽ പ്രതിയുടെ കസ്റ്റഡി കാലാവധി തീരുന്നതിനിടയിൽ തെളിവെടുപ്പുകൾ പൂർത്തിയാക്കി പരമാവധി തെളിവുകൾ വൈശാഖിനെതിരെ കണ്ടെത്താനാണ് പോലീസിന്റെ നീക്കം. 16 വയസ്സ് മുതൽ വൈശാഖൻ തന്നെ പീഡനത്തിനിടയാക്കിയിട്ടുണ്ടെന്ന് കൊല്ലപ്പെട്ട യുവതി തന്റെ ഡയറിയിൽ കുറിച്ചിരുന്നു. അതും ഈ കേസിലെ ഒരു നിർണായക വഴിത്തിരിവായി അല്ലെങ്കിൽ ഒരു നിർണായക തെളിവായി മാറി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇയാൾക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തി മറ്റൊരു കേസും പോലീസ് രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ ദിവസം വൈശാഖന്റെ വർക്ക്ഷോപ്പിൽ ഫോറൻസിക് സംഘം എത്തി പരിശോധിച്ചിരുന്നു. യുവതിയുടെ കഴുത്തിലെ കയർ മുറിച്ച് താഴെയിറക്കി കിടത്തിയ സ്ഥലത്തെ മണ്ണും വൈശാഖൻ ഉപയോഗിച്ചിരുന്ന ടവൽ തുടങ്ങിയവയും യുവതിക്ക് നൽകിയ ഉറക്കഗുളികയുടെ അംശവും പരിശോധനയിൽ ലഭിച്ചിരുന്നു. എലത്തൂർ ഇൻസ്പെക്ടർ KR രഞ്ജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. യുവതി എഴുതിയ ഡയറി മുൻപ് പറഞ്ഞതുപോലെ മുൻപ് നടത്തിയ പരിശോധനയിൽ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. ഒരുമിച്ച് ജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരുമിച്ച് മരിക്കാമെന്നൊക്കെ പറഞ്ഞാണ് പ്രതി യുവതിയെ തന്ത്രപൂർവ്വം ഇൻഡസ്ട്രീസിലേക്ക് വിളിച്ചു വരുത്തിയത്. ഒരുമിച്ച് കയർ കൊണ്ട് കുരുക്കുണ്ടാക്കിയെങ്കിലും വൈശാഖൻ യുവതിയെ തന്ത്രപൂർവ്വം കൊല്ലുകയായിരുന്നു. മൃതദേഹത്തിലും ഇയാൾ ലൈംഗികാതിക്രമം നടത്തിയതിനാൽ സമാനതകളില്ലാത്ത കേസാണിതെന്ന്, അതായത് തങ്ങളുടെ സർവീസ് ചരിത്രത്തിൽ ഇത്ര ക്രൂരമായൊരു കൊലപാതകം കണ്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും പറഞ്ഞത്. യുവതിയോടുള്ള പകയാണ് കൊലയ്ക്ക് പ്രേരിപ്പിച്ചതും. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു കൊലപാതകം നടന്നത്. കൊല ചെയ്യപ്പെട്ട ഭാര്യ സഹോദരിയുമായി വർഷങ്ങളായി പ്രതിക്ക് അടുപ്പമുണ്ടായിരുന്നു. ഈ ബന്ധം വീട്ടിൽ പറയണമെന്നും തന്നെ വിവാഹം കഴിക്കണമെന്നും യുവതി നിർബന്ധിച്ചതോടെയാണ് കൊലപ്പെടുത്താൻ വൈശാഖൻ തീരുമാനിച്ചത്. തുടർന്ന് ഒരുമിച്ച് ജീവിക്കാനായില്ലെങ്കിൽ മരിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി യുവതിയെ കുരുക്കിട്ട് കൊല്ലുകയായിരുന്നു. ആത്മഹത്യ ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ ശേഷം യുവതിക്ക് പ്രതി ജ്യൂസിൽ മയക്കുമരുന്ന് കലക്കി കൊടുക്കുകയും ആക്രമിച്ച ശേഷം കഴുത്തിൽ കുരുക്കിടുകയുമായിരുന്നു. തുടർന്ന് യുവതിയുടെ സ്റ്റൂൾ തട്ടിമാറ്റി കൊലപ്പെടുത്തുകയായിരുന്നു. കോഴിക്കോട് മാളിക്കടവിന് സമീപത്തുള്ള സ്ഥാപനത്തിലാണ് യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നായിരുന്നു പ്രാഥമിക നിഗമനം. തുടർന്ന് നടന്ന വിശദമായ അന്വേഷണത്തിലാണ് കൊലപാതക വിവരം പുറത്തു വന്നത്. ബന്ധം തുടരാൻ സാധിക്കില്ലെന്നും ഒരുമിച്ച് മരിക്കാമെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ച് സ്വന്തം സ്ഥാപനത്തിലേക്ക് വൈശാഖൻ യുവതിയെ വിളിച്ചു വരുത്തുകയായിരുന്നു. പ്രായപൂർത്തിയാകുന്നതിന് മുൻപും യുവതിയെ വൈശാഖൻ പീഡിപ്പിച്ചിരുന്നു. അതേസമയം കോഴിക്കോട് മാളിക്കടവിൽ ഇത്തരത്തിൽ 26-കാരിയെ ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അതിക്രൂരമായി കൊലപ്പെടുത്തിയ വൈശാഖൻ പൊതുപ്രവർത്തന രംഗത്തും സജീവമായിരുന്നു. അതുപോലെ റെസിഡൻസ് അസോസിയേഷൻ്റെയൊക്കെ സെക്രട്ടറിയുമായിരുന്നു. സമൂഹത്തിൽ ഇങ്ങനെ മാന്യനായി പെരുമാറിയിരുന്ന വൈശാഖന് ഇത്തരമൊരു മുഖമുണ്ടായിരുന്നുവെന്ന് പോലും നാട്ടുകാർക്കിപ്പോലും വിശ്വസിക്കാനായിട്ടില്ല. എല്ലാവരോടും സൗമ്യമായ പെരുമാറ്റം, അയൽവാസികളോടും പരിചയക്കാരോടും മാന്യമായ ഇടപെടൽ. വൈശാഖനെ കുറിച്ച് ചോദിച്ചാൽ നാട്ടുകാർക്ക് പറയാനുള്ളത് ഇത്തരം നല്ല കാര്യങ്ങൾ മാത്രമാണ്. സാമ്പത്തികമായി ഉയർന്ന ജീവിത നിലവാരമുള്ള വൈശാഖൻ ഏതാവശ്യത്തിനും വിളിപ്പുറത്തുണ്ടാകും. പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറി കൂടിയായിരുന്നു വൈശാഖൻ. അതുകൊണ്ട് തന്നെ ക്രൂര കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നപ്പോഴും അധികം ആരും ഇക്കാര്യം വിശ്വസിച്ചില്ല. വൈശാഖൻ പിടിയിലായതോടെ കുടുംബം ബന്ധുവീട്ടിലേക്ക് മാറി. വളർത്തുനായ മാത്രമാണ് ഇപ്പോൾ തടമ്പാട്ട് താഴത്തെ വീട്ടിലുള്ളത്. ഭാര്യയും മക്കളും അമ്മയും അടങ്ങുന്ന വൈശാഖന്റെ കുടുംബം വളരെ സ്നേഹത്തോടെയാണ് കഴിഞ്ഞതെന്നും നാട്ടുകാർ പറയുന്നു. എന്തായാലും കൊലപാതക വിവരം മറച്ചുവെച്ച് സ്വന്തം ഭാര്യയെ പോലും പ്രതി വൈശാഖൻ ചതിക്കുകയായിരുന്നുവെന്നാണ്
പുറത്തുവന്ന CCTV ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. യുവതിയെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം തിരികെ വന്ന് തന്റെ സ്ഥാപനത്തിലെ CCTV ഹാർഡ് ഡിസ്ക് നശിപ്പിക്കാനായിരുന്നു വൈശാഖിന്റെ പദ്ധതിയെങ്കിലും പോലീസ് വളരെ വേഗത്തിൽ ഇടപെട്ടത് ഇയാളുടെ നീക്കങ്ങൾ പാളിപ്പോകാൻ കാരണമായി. യുവതിയുമായുള്ള ദീർഘകാല ബന്ധം തന്റെ കുടുംബം അറിയുമെന്ന ഭയമാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത്. തന്നെ വിവാഹം കഴിക്കണമെന്ന് യുവതി നിർബന്ധിച്ചതോടെ ഒരുമിച്ച് മരിക്കാമെന്ന് വിശ്വസിപ്പിച്ച് ഇയാൾ യുവതിയെ വർക്ക്ഷോപ്പിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ജ്യൂസിൽ ഉറക്ക ഗുളിക കലർത്തി നൽകി യുവതിയെ അബോധാവസ്ഥയിലാക്കിയ ശേഷം കഴുത്തിൽ കുരുക്കിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. യുവതി മരിച്ചുവെന്ന് ഉറപ്പായ ശേഷം മൃതദേഹത്തോടും പ്രതി ക്രൂരമായ അനാദരവ് കാണിച്ചതായി റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്നു. പ്രതിക്ക് ലൈംഗിക വൈകൃതങ്ങൾ ഉള്ളതായും അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നുണ്ട്. യുവതിക്ക് 16 വയസ്സുള്ളപ്പോൾ മുതൽ തന്നെ വൈശാഖൻ പീഡിപ്പിച്ചിരുന്നതായി യുവതിയുടെ ഡയറിക്കുറിപ്പുകളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. എന്തായാലും അതിക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ ദുരൂഹതകളാണ് അന്വേഷണ സംഘത്തിന്റെ സമർത്ഥമായ ഇൻവെസ്റ്റിഗേഷനിലൂടെ മറനീങ്ങിയത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.